സാധാരണ വട ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇത്ര നന്നായിട്ട് ഷേപ്പ് കിട്ടാറില്ല. അപ്പം ഞാനത് ഒത്തിരി ഷേപ്പിലൊക്കെ കിട്ടിയപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉഴുന്നും 1.5 ഗ്ലാസ് ഉഴുന്ന്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കാലത്ത്. ഇത് ഞാൻ വൈകിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാലത്ത് കുതിർത്തി വെച്ച് ഞാനത് കുറച്ച് സമയത്തേക്കൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലാദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിനകത്തിട്ടിട്ട് ഇത് ഓരോ തവണകളായിട്ട് നമ്മൾ അരച്ചെടുത്തു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് കുരുകുരുവെന്ന് അരിഞ്ഞതും, അതുകൂടാതെ ചുവന്നുള്ളി, വേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി ഒരു 6-7 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാനത് ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാനായിട്ടാണ് ഞാൻ വറുത്ത റവ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ വറുത്ത അരിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് ആഡ് ചെയ്തു. അതിനുശേഷം ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒന്നും കൂടി ഇത്തിരി വീർത്ത് കിട്ടും. കുറച്ച് കുരുമുളക് പൊടി, കായത്തിൻ്റെ പൊടി, ഇത്രയാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഈ വിസ്ക് വെച്ചിട്ട് നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുത്തു. ഞാൻ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇത്തിരി ഇങ്ങനെ ഒന്ന് ഫ്ലഫി ആയിട്ട്, അതായത് ഒന്ന് വീർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാനത് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതിലും നന്നായിട്ട് വീർത്തൊക്കെ വന്ന പോലെ തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു പഴയ അരിപ്പയാണ്, ചായ അരിക്കുന്ന അരിപ്പ. അതിനകത്താണ് ഞാൻ ഷേപ്പ് ചെയ്തത്. കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തപ്പോൾ അത്രയാണ് നന്നായിട്ട് ഷേപ്പായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇത് അതിന് മീതെ വെച്ചിട്ട് ഈ ഹോളിടുമ്പോഴും കുറച്ച് കയ്യിൽ വെള്ളം തൊട്ടിട്ട് ഹോളിട്ട് കഴിഞ്ഞാൽ നമ്മളത് ഒന്നുകൂടി ഈ കയ്യിൽ വെച്ച് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അതങ്ങോട്ട് ഹോളൊന്നും അത്ര ഇതായിട്ട് വന്നില്ല. എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഹോളൊക്കെ അടഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് നന്നായിട്ട് ഹോളൊക്കെ കാണുന്ന രീതിയിൽ തന്നെ, ചെറുതാണെങ്കിലും നന്നായിട്ട് ഹോട്ടലിലെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഇൻഗ്രീഡിയൻസാണ്. അതൊക്കെ ചേർത്തിട്ട് നിങ്ങളത് അരച്ച് വളരെ വെള്ളം കുറച്ചിട്ട് അരച്ച് വയ്ക്കുക. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂണൊക്കെ വെള്ളമാണ് ഇതിനകത്ത് ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത്. കാരണം നമ്മുടെ മിക്സറിൽ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തണുപ്പിച്ചതിന് ശേഷം ഞാൻ അരച്ചത്. അപ്പോൾ അത് ആ ട്രിക്കൊക്കെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഈ വടയ്ക്ക് വേണ്ട ഒരു ചട്നിയും കൂടി ഞാൻ ഇതിനകത്ത് റെഡിയാക്കുന്നത് കാണിക്കുന്നുണ്ട്. സിമ്പിളാണ്. പ്രത്യേകിച്ചെന്ന് വെച്ചാൽ നാളികേരം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നാളികേര ചട്നിയുടെ കൂടെ കുറച്ച് മല്ലിയില ചേർത്തിട്ട് അരച്ചെടുക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ചുവന്നുള്ളി, ഞാൻ ഈ മല്ലിയിലയുടെ കൂടെ തന്നെ കുറച്ച് വേപ്പിലയും ചേർത്തിട്ട് നാളികേരം ഒരു ചെറിയ മുറി നാളികേരവും ചേർത്ത് ഒത്തിരി കട്ടിയായിട്ടുള്ളൊരു ചട്നി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം വടക്കായതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് അതിന് കൂടെ ഞാൻ ലാസ്റ്റിൽ ഇതിൽ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ചുവന്ന മുളക് ചേർത്തിട്ടില്ല. അത് കൂടാതെ ഇതിനകത്ത് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ചേർത്തു. ഇനി അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ച് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു ചട്നി ആയിട്ടാണ് കേട്ടോ അതിന് എടുത്തിട്ടുള്ളത്. അത് വടക്കായതുകൊണ്ട് കട്ടി കുറച്ചുള്ള ചട്നി എന്ന് പറയാൻ പറ്റില്ല, ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഇതാണ്. കൂടുതൽ വെള്ളത്തിലല്ല, എന്നാൽ വളരെ കട്ടിയുമല്ല, ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.